ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു കൈവിട്ടുപോയ വിവാദമുണ്ടല്ലോ ഇടയിലുള്ള സജി ചെറിയാൻ വിവാദം, അതിൽ അങ്ങ് നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് RSSുമായി നന്നായി ഒന്ന് ഓർക്കേണ്ടി വന്നു. അത് ഏത് ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ? അല്ലല്ല, RSS ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് സജി ചെറിയാൻ പറഞ്ഞ വാദം RSSന്റെ നേതാവായിരുന്ന ഗുരു ഗോൾവാൾക്കർ, അവരുടെ ഗുരുജി, അദ്ദേഹം എഴുതിയ ബഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാരയിൽ എഴുതി പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ്. അത് വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് തെറ്റായി ഗോൾവാൾക്കറിനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിയമപരമായി നേരിടും. RSS പറഞ്ഞത് പറയാതെ ആവില്ലല്ലോ. RSS ഭരണഘടനയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല, അവരുടെ പിന്മുറക്കാർ പങ്കെടുത്തിട്ടില്ല. ഇപ്പോഴും അവർ കണ്ടില്ലേ, അവർ ദേശീയ പതാക ഉയർത്താൻ സ്റ്റാറ്റസ് ഇടാൻ തയ്യാറായിട്ടില്ല. RSS നേതാക്കന്മാർ, നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ദേശീയ പതാക ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സ്റ്റാറ്റസ് ആക്കി ദേശീയ പതാക ഇടണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ദേശീയ പതാക. ഞങ്ങൾ നെഹ്റു ദേശീയ പതാക ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളെല്ലാം ഇട്ടത്. ദേശീയ പതാകയാണ് ഞങ്ങളെല്ലാം ഇട്ടത്. RSS നേതാക്കന്മാർ ഇപ്പോഴും അതിടുന്നില്ല. അപ്പോൾ അവർ ദേശീയ പതാകയെ അംഗീകരിക്കുന്നില്ല, അവർ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നില്ല, അവർ ഈ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത ആളുകളാണ്. അപ്പോൾ അത് നമ്മൾ ആശയപരമായിട്ട് അവരുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭിന്നതയാണത്. രണ്ട് ധ്രുവങ്ങളിലാണ്. അതിൽ അവരോട് യോജിപ്പുള്ളത് CPM-നാണ്. കാരണം CPM ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നീട് അതുപോലെ ഓഗസ്റ്റ് 15 കരിദിനമായി അവർ ആചരിച്ചു. ഇപ്പോൾ അവരുമൊക്കെ കൊടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഫാസിസ്റ്റ് ശക്തികളായ ഇവരും ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. പിന്നെ വർഗീയ ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു വിട്ടുവീഴ്ചയില്ല.